പിണറായി വിജയനെ പലപ്പോഴും ചതിച്ചത് മൈക്കാണെങ്കിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ചതിച്ചത് വൈദ്യുതിയാണ്. സംസ്ഥാനത്ത് പവർ കട്ട് തുടരുന്നതിനിടെ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് കേരള സമുദ്ര മിഷൻ സംഘടിപ്പിച്ച മിഷൻ സമുദ്ര മാരിടൈം കോൺക്ലേവ് വേദിയിൽ നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്റെ പ്രസംഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ 7 മണിയോടെ ഹാളിലെ കറന്റ് പൂർണ്ണമായും കട്ടാവുകയായിരുന്നു. മൈക്കും വെളിച്ചവും ഒരേപോലെ നിലച്ച ആ നിമിഷത്തിൽ സംഘാടകർ സ്വാഭാവികമായും വലിയ പരിഭ്രാന്തിയിലായി. എന്നാൽ സമാനമായ സാഹചര്യങ്ങളിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിക്കാറുള്ള അസഹിഷ്ണുതയ്ക്കും ദേഷ്യപ്പെടലുകൾക്കും നേർ വിപരീതമായ കാഴ്ചയാണ് പിന്നീട് അവിടെ കാണാൻ സാധിച്ചത്. മുൻപ് പൊതുവേദികളിൽ മൈക്ക് തകരാറിലാകുമ്പോഴോ ചെറിയ ശബ്ദ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോഴോ മൈക്ക് ഓപ്പറേറ്റർമാർക്ക് നേരെ പരസ്യമായി ആക്രോശിക്കുകയും കസേരയിൽ നിന്ന് ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്ന പിണറായി വിജയന്റെ ശൈലി ജനങ്ങൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ്. അത്തരം സന്ദർഭങ്ങളിൽ അനാവശ്യമായ ആത്മവിശ്വാസക്കുറവും അഹങ്കാരവും പ്രകടിപ്പിക്കുന്നതായിരുന്നു പിണറായിയുടെ രീതിയെങ്കിൽ വി.ഡി. സതീശൻ തികച്ചും മാന്യവും പക്വവുമായ പെരുമാറ്റത്തിലൂടെ വേദി കൈയടക്കുകയാണ്. കറന്റ് പോയ ഉടനെ പരിഭ്രാന്തരായി ഓടി നടന്ന സംഘാടകരെ കൈ കാണിച്ച് ശാന്തരാക്കാനാണ് സതീശൻ ആദ്യം ശ്രമിച്ചത്. ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി തിരിച്ചെത്തുന്നതുവരെ ഏകദേശം 5 മിനിറ്റോളം അദ്ദേഹം അതീവ സൗമ്യനായി വേദിയിൽ കാത്തുനിന്നു. സംഘാടകർക്കുണ്ടാകുന്ന ടെൻഷൻ തനിക്ക് മനസ്സിലാകുമെന്നും എന്നാൽ ഓടുന്ന വണ്ടിയിൽ കയറി നമ്മൾ ഓടിയിട്ട് കാര്യമില്ലെന്നും വണ്ടി നിർത്തുമ്പോൾ മാത്രമേ നമുക്ക് ഇറങ്ങാൻ സാധിക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പിണറായി വിജയനെ പോലെ ചെറിയ വീഴ്ചകളിൽ പോലും നിയന്ത്രണം നഷ്ടപ്പെട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഭാവമല്ല, മറിച്ച് പ്രതിസന്ധികളെ പക്വതയോടെ നേരിടുകയാണ് അദ്ദേഹം. അതിന് വേദിയിൽ നിന്ന് നിറഞ്ഞ കയ്യടിയുമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ആ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കാം. പരാജയപ്പെട്ടെങ്കിലും വീരോചിതമായ ഞാൻ സംഘാടകനായ അദ്ദേഹത്തിന് ടെൻഷനായി. സംഘാടകർക്ക് ടെൻഷനാവും, ഞാൻ ടെൻഷനാകാതെ അവിടെ ഇരിക്കാനോ. ഞാൻ എപ്പോഴും പറയും, ഓടുന്ന വണ്ടിയിൽ കയറി നമ്മൾ ഓടിയിട്ട് കാര്യമില്ല. വണ്ടി നിർത്തുമ്പോഴേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. കറണ്ട് വന്നാലേ സംസാരിക്കാൻ പറ്റുള്ളൂ. വെറുതെ ടെൻഷനായിട്ട് കാര്യമില്ല. ആ മാരിടൈം ഹിസ്റ്ററിയാണ്, അതിൻ്റെ ആ ചരിത്ര വായനയാണ് ഈ മേഖലയിലേക്കുള്ള താല്പര്യം എനിക്ക് ഉണ്ടാക്കിയത്. പിന്നീട് ഞാനൊരു 20 വർഷക്കാലം മുമ്പ് ആദ്യമായി MLA ആയപ്പോൾ സിംഗപ്പൂർ സന്ദർശിച്ചു. അന്നൊരു മാരിടൈം എക്സ്പേർട്ട്, എൻ്റെ ഒരു സ്നേഹിതൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ സിംഗപ്പൂർ തുറമുഖം മുഴുവൻ കാണിച്ചു. സിംഗപ്പൂർ എന്ന് പറയുന്നത് ഒരു പോർട്ട് സിറ്റിയാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അവിടെ ആ സിംഗപ്പൂരിന്റെ വളർച്ചയുടെ ഏറ്റവും വലിയ നാഴികക്കല്ല്, ബാക്ക് ബോൺ ഓഫ് ദെയർ ഇക്കോണമി, അതാ പോർട്ടായിരുന്നു. അപ്പൊ എനിക്ക് സിംഗപ്പൂരിൽ വെച്ചാണ് ആദ്യമായിട്ട് സിംഗപ്പൂരിനെക്കാളും എത്ര വലിയ കോസ്റ്റ്ലി ഏരിയ ഉള്ള ഒരു സ്ഥലമാണ് കേരളം. കേരളത്തിന് എന്തുകൊണ്ട് ഒരു പോർട്ട് സിറ്റിയായി മാറാൻ പാടില്ല എന്ന് മനസ്സിലൊരു ആശയം ഉദിച്ചത് ആരോടും പറയാൻ പറ്റില്ല. അന്ന് ആർക്കും ഇതിനെക്കുറിച്ച് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആർക്കും അറിയില്ല. പിന്നീട് ഇതിങ്ങനെ മനസ്സിലൊരു സ്വപ്നമായി കൊണ്ട് നടന്നു. പിന്നെ ഞാൻ കാട്ടിൽ ട്രെക്കിങ്ങിന് പോകുന്നത് പോലെ കടലിലും പോവായിരുന്നു നിരന്തരമായി. ഞാൻ ക്രൂയിസ് ഷിപ്പിൽ കയറിയിട്ടുണ്ട്, യൂറോപ്പിൽ പോയിട്ട് ചരക്ക് കപ്പലിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ഫിഷിംഗ് ബോട്ടിൽ ബേപ്പൂരിൽ നിന്ന് ഞങ്ങൾ സുഹൃത്തുക്കൾ കൂടി കടലിൽ യാത്ര ചെയ്തിട്ടുണ്ട്. കടല് കാട് പോലെ തന്നെ ഒരു വിസ്മയമാണ് കടൽ എന്ന് പറയുന്നത്. വളരെ വലിയ വിസ്മയമാണ് കടൽ എന്ന് പറയുന്നത്. അങ്ങനെ കടലിനോടുള്ള സ്നേഹവും എല്ലാം വർദ്ധിച്ചു വന്നു. പിന്നീട് നമ്മുടെ നിയമസഭയിൽ ഒരു മാരിടൈം ലോ, ഒരു ലെജിസ്ലേഷൻ വന്നു. അപ്പൊ അന്ന് നിയമനിർമ്മാണം വന്നാൽ പിന്നെ അത് വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ള ചിന്താഗതി ഉണ്ടായിരുന്ന ഒരു MLA ആയിരുന്നു ഞാൻ. പക്ഷെ സാധാരണ ഏത് നിയമനിർമ്മാണം നടത്തുമ്പോഴും അതിന്റെ എക്സ്പേർട്സിനോട് ചോദിക്കും. പക്ഷെ ഒരു മാരിടൈം എക്സ്പെർട്ട് അന്ന് ഇദ്ദേഹത്തിന് എനിക്ക് പരിചയമില്ല. ഒരു മാരിടൈം എക്സ്പേർട്ടിനെയും ഒരു മാരിടൈം ലോയറും ഇല്ല കേരളത്തിൽ, ഇത്രയും കടലുള്ള സ്ഥലത്ത്. ഞാൻ അന്വേഷിച്ച് കുറെ അഭിഭാഷകരോടൊക്കെ ചോദിച്ച അവസാനം ബോംബെയിൽ ഒരു മാരിടൈം ലോയർ ഫേമിൽ വർക്ക് ചെയ്തിരുന്ന ഒരു അഭിഭാഷകനെ കണ്ടെത്തി. അതേ രാത്രിയാണ്, പാവം വൈകിയാണ് ഞാൻ വിളിക്കുന്നത്. അദ്ദേഹം 2 മണിക്കൂർ എനിക്ക് അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്തു. പിന്നീട് അദ്ദേഹം എനിക്കൊരു നോട്ട് അയച്ചു തന്നു. ഞാൻ വലിയ മാരിടൈം എക്സ്പേർട്ടിനെ പോലെ നിയമസഭയിൽ അത് അവതരിപ്പിച്ചു. അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയാണ് ആ ലോയർ. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, അദ്ദേഹത്തെ ഞാൻ മറക്കില്ല. കാരണം മാരിടൈം ലോയെ കുറിച്ചുള്ള ദീർഘമായൊരു പ്രഭാഷണം കേരള നിയമസഭയിൽ നടത്തിയത് അദ്ദേഹം എനിക്ക് തന്നെ, ഞാൻ എന്റെ പോലെ അവതരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞായിട്ടൊന്നും പറഞ്ഞില്ല.
ഞാൻ സ്വന്തമായിട്ട് ഇത് പഠിച്ചെടുത്ത് പറഞ്ഞതുപോലെയാണ് നിയമസഭയിൽ പറഞ്ഞത്. അത് സത്യമാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, മന്ത്രി അടക്കം നോക്കിയിരിക്കുകയാണ്. കാരണം ഒരു പിടിയില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. കാരണം ഇതിന്റെ വൊക്കാബുലറി വേറെയാണ്, മാരിടൈം ലോയുടെയും മാരിടൈം ഇതിന്റെയും വൊക്കാബുലറി വേറെയാണ്. ടെക്നിക്കൽ ആയിട്ടുള്ള ടേംസ് ഒക്കെ ഞാനൊക്കെ കൂളായിട്ട് പറയുകയാണ്. അപ്പൊ എല്ലാവരും വിചാരിച്ചു ഇതിന്റെ വലിയ മാരിടൈം ലോ. അപ്പൊ എന്നോട് വളരെ വന്ന് ചോദിച്ചു, മാരിടൈം ലോ പഠിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞു കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. തലേ ദിവസം അദ്ദേഹം തന്ന വിവരം വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ അതിന്റെ സാധ്യതകൾ കൂടി അന്വേഷിച്ചത്. അപ്പൊ മുംബൈയാണ് ഏറ്റവും വലിയ മാരിടൈം ലോ ഫേംസിന്റെ സ്ഥലം. ഇതെല്ലാം ഇങ്ങനെ ഒരു അവ്യക്തമായി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹവുമായിട്ടുള്ള പരിചയം ഉണ്ടാകുന്നത്. സത്യത്തിൽ എന്റെ മാരിടൈം സ്വപ്നങ്ങൾക്ക് ചിറക് മുളപ്പിച്ചത് ശ്രീ നാണു വിശ്വനാഥനാണ്.